നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പറയാൻ പോകുന്നത് ഇപ്പോഴും സി പി എം നേതാക്കൾക്ക്, പ്രത്യേകിച്ച് വനിതാ നേതാക്കൾക്ക് അങ്ങോട്ട് നേരം വെളുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ്. മുൻപൊക്കെ പി ദിവ്യ, അതായത് നവീൻ ബാബുവിൻ്റെ വിഷയം ഉണ്ടാകുന്നു, നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, പിന്നീട് ആ കുടുംബത്തിൻ്റെ ഒരു പോരാട്ടം, ഇതൊക്കെ കണ്ടുകൊണ്ട് കേരളം ആ കുടുംബത്തിനൊപ്പമാണ് നിൽക്കുന്നത്. പൂർണ്ണമായും അങ്ങനെ തന്നെയാണ്. CPM മാത്രമാണ് പി ദിവ്യയെയും പാർട്ടിയെയും ഒക്കെ പിന്തുണയ്ക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ മനസ്സ് അത് നവീൻ ബാബുവിൻ്റെ ഒപ്പമാണ്. നവീൻ ബാബു വിഷയത്തിന് ശേഷം പി ദിവ്യ എന്ത് പോസ്റ്റ് ഫേസ്ബുക്കിൽ കൊണ്ട് പങ്കുവച്ചാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി ജനങ്ങൾ അതിന് താഴെ എത്താറുണ്ട്. അതിനെ എപ്പോഴും പ്രതിരോധിക്കാൻ പി ദിവ്യയും CPM സൈബർ ഗ്രൂപ്പുകളും പറയുന്നത് ഇതെല്ലാം കോൺഗ്രസിൻ്റെയും BJPയുടെയും പണിയാണ്, അവരുടെ ആൾക്കാരാണ്, വെട്ടുകിളി കൂട്ടങ്ങളാണ് പി ദിവ്യയുടെ പോസ്റ്റിന് താഴെ വന്ന് കമൻറ്റുകൾ ഇടുന്നത് എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ആ കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരുപാട് സ്ത്രീകളും പ്രായമായവരുമൊക്കെയാണ് അതിൻ്റെ താഴെ വന്ന് ഒരുപാട് കമൻറ്റുകൾ പങ്കുവയ്ക്കുന്നത്. അങ്ങേയറ്റം പി ദിവ്യയെ വിമർശിച്ചുകൊണ്ടാണ് അങ്ങനെ കമൻറ്റുകൾ പങ്കുവയ്ക്കുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ തോൽവിയോടുകൂടി ഇന്നിപ്പോൾ പി ദിവ്യ എന്ത് പോസ്റ്റ് പങ്കുവച്ചാലും അതിന് താഴെ വന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും പുളിച്ച തെറി വിളിക്കുന്നതും CPMകാർ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CPMലെ വനിതാ നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ടുകൂടിയാണ് പാർട്ടി തോൽവിയേറ്റത് എന്നുള്ള ബോധ്യം ഓരോ അണികളിലേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം നിരന്തരം പി ദിവ്യ ചില പോസ്റ്റുകളൊക്കെ പങ്കുവച്ചിരുന്നു. അതിൻ്റെ എല്ലാം താഴെ ഏറ്റവും അധികം തെറി വിളിച്ചത് സഖാക്കൾ തന്നെയാണ്. ഈ പാർട്ടിയുടെ കഴുക്കോലൂരിയതിൽ ഈ വനിതാ നേതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് അവർ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്. മുൻപൊക്കെ CPMൻ്റെ നേതാക്കളെ വിമർശിക്കാൻ അണികളൊന്നും ഭയക്കുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് മാറി. അവർ പുളിച്ച തെറിവിളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയുടെ കഴുക്കോലൂരിയിട്ടും ഇവർക്ക് മതിയായിട്ടില്ല. ഇപ്പോഴും വന്നു നിന്ന് ജനങ്ങളെ വെറുപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പി ദിവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് എന്ന് പറയുന്നത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ചുവന്ന മുണ്ടുടുത്ത് ഒരു കറുത്ത ഷർട്ടൊക്കെ ഇട്ട് ഒരു പോസ്റ്റാണ്, ഒരു ഫോട്ടോയാണ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് താഴെയാണ് ഏറ്റവും കൂടുതൽ തെറിവിളി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഈ പാർട്ടിക്ക് ഇനി ഒരു നിലനിൽപ്പുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് തൊപ്പിയിടുമോ? അങ്ങനെയുള്ള വേവലാതിയിൽ നടക്കുകയാണ് CPMൻ്റെ ഓരോ അണികളും, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന, നെഞ്ചേറ്റുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും നേതാക്കളും. പക്ഷെ അപ്പോഴും ഈ പാർട്ടിയെ ശവക്കുഴിയിലേക്ക് കൊണ്ടിട്ടിട്ട്, അതായത് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, ആ വെന്റിലേറ്ററിലേക്ക് കൊണ്ടെത്തിച്ചതിൽ ഇവർക്കൊക്കെ വലിയ പങ്കാണുള്ളത്. എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെ നടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ പോലും അണികൾ ഭയക്കുകയാണ്. താഴെ തട്ടിലെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഭയക്കുകയാണ്. വീട് കയറി ഇറങ്ങി എങ്ങനെ വോട്ട് ചോദിക്കും എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്ന വിഷയം. എന്നാൽ ഇവിടെ ഒരു കൂട്ടർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല, തങ്ങൾ ആഘോഷത്തിലാണ്. ഇത് കാണുമ്പോഴാണ് സഖാക്കൾക്ക് ശരിക്കും കുരു പൊട്ടുന്നത്. ഇവളുമാരെ പോലെ ഉള്ളവർക്ക് അവസരം കൊടുത്തതാണ് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നാണ് ഓരോ പ്രവർത്തകനും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പി ദിവ്യയ്ക്ക് എന്താ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൂടെ എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കാം. കാരണം അവരും ഒരു സ്ത്രീയാണല്ലോ, അവർ ഒരു പാർട്ടി പ്രവർത്തകയാണ്, ഒരു നേതാവാണ്. ഈ PK ശ്രീമതി പറഞ്ഞതുപോലെ തന്നെ കണ്ണൂരിലെ മികച്ച നേതാവാണ്, മികച്ച പ്രവർത്തകയാണ് പി ദിവ്യ എന്നാണ്. അതുകൊണ്ട് പി ദിവ്യയ്ക്ക് എന്താ, അതുകൊണ്ടെന്താ പി ദിവ്യയ്ക്ക് അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ ഇടാനോ ഒരു വീഡിയോ പങ്കുവയ്ക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷേ അതിനുള്ള മറുപടി കൊടുക്കുന്നത് CPMൻ്റെ സൈബർ ഗ്രൂപ്പുകളാണ്. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അഹങ്കാരവും ധാർഷ്ട്യവും കാണിച്ച് ജനങ്ങളെ വെറുപ്പിച്ച് ഈ പാർട്ടിയെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ആഘോഷം നടത്തിയാൽ എങ്ങനെയിരിക്കും? അതായത് മരിച്ച വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് DJ ഇട്ട് തുള്ളിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് CPMൻ്റെ ആൾക്കാർ തന്നെ വിമർശിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആട്ടവും പാട്ടും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന പി ദിവ്യ. അത് അവരുടെ സ്വാതന്ത്ര്യം, നമ്മൾ ആ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പോകുന്നില്ല. പക്ഷേ ഈ പാർട്ടിയെ ഈ നിലയിലേക്ക് എത്തിച്ചതിൽ ഇവർക്കെല്ലാവർക്കും വലിയ പങ്കുണ്ട്.
തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കണ്ണൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിലൊക്കെ ഉയർന്നു കേട്ട 2 പേരാണ് ആര്യ രാജേന്ദ്രനും പി ദിവ്യയും. ഇവരുടെ അഹങ്കാരം ഇവരുടെ ആൾക്കാർ തന്നെ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ പറയുകയാണ്, കരുത്തുറ്റ നേതാക്കളെ വേട്ടയാടുന്നേ, സ്ത്രീകൾ നട്ടെല്ല് നിവർത്തി നിൽക്കുന്നത് കൊണ്ട് അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് എല്ലാവരും പി ദിവ്യയെയും ആര്യ രാജേന്ദ്രനെയും ഒക്കെ വേട്ടയാടുന്നതെന്ന്. എന്ത് നട്ടെല്ലാണ് ഇവർ നിവർത്തി നിന്നത്? എന്ത് നട്ടെല്ല് നിവർത്തി നിന്ന് ഇവർ ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? പടുകുഴിയിലേക്ക് തള്ളിയിടുന്നതിന് വേണ്ടി ഓരോ കയ്യിലിരിപ്പും കാണിച്ചു. ആ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആദ്യ അടി. പഞ്ചായത്തുകളിൽ പോലും തിരിച്ചടി ഉണ്ടായി. പഞ്ചായത്തുകൾ പോലും പുഷ്പം പോലെ UDF പിടിച്ചുകൊണ്ടുപോയി. അടിത്തറ ഇളകി. ഈ പാർട്ടിയുടെ അടിത്തറ ഇളകാൻ കാരണക്കാരായവരിൽ ഇവർക്കൊക്കെ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പി ദിവ്യയെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത് അവരുടെ പാർട്ടിക്കാർ തന്നെയാണ്, അവരുടെ നേതാക്കന്മാർ തന്നെയാണ്, അവരുടെ പ്രവർത്തകർ തന്നെയാണ്. തീർന്നില്ല. CPMന്റെ വനിതാ നേതാക്കൾക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിലൊക്കെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രനൊക്കെ ഏറ്റവും നല്ല അവസരമാണ് പാർട്ടി കൊടുത്തത്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, വലിയൊരു മാതൃകയാണ് ഈ പാർട്ടി കാണിച്ചു കൊടുത്തത്. പക്ഷേ അതിനൊക്കെ പുല്ല് വില പോലും ആര്യ രാജേന്ദ്രൻ കൊടുത്തില്ല. അവരുടെ അഹങ്കാരവും ധാർഷ്ട്യവും കാണിച്ച് ഒരു കോർപ്പറേഷൻ തന്നെ BJPയുടെ കയ്യിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ഏറ്റവും വലിയ ട്രോളായിരുന്നല്ലോ കോർപ്പറേഷൻ BJP പിടിച്ചപ്പോൾ. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞങ്ങൾ നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണ് 5 വർഷം കൊണ്ട് ആര് ഞങ്ങൾക്ക് സാധിച്ചു തന്നതെന്ന്. ഇതിനേക്കാൾ വലിയ ട്രോൾ എന്താണ് അവർക്ക് കിട്ടാനുള്ളത്? പക്ഷേ എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ഇപ്പോഴും പോരാട്ടം തുടരും എന്നൊക്കെ ആര്യ രാജേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കഷ്ടമാണ് CPMലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ അവസ്ഥ, പ്രവർത്തകരുടെ അവസ്ഥ. ഈ പാർട്ടിയെ ഈ രീതിയിൽ നിലനിർത്തുന്നതിൽ അവരുടെ പങ്ക് വലുതാണ്. തെരുവിൽ കിടന്ന് അടികൊണ്ടും ചവിട്ടും തൊഴിയും കൊണ്ടും കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും ഒരു പ്രസ്ഥാനത്തെ ഇത്രത്തോളം എത്തിച്ചതിൽ ഒരു ചരിത്രമാണ് ഈ പാർട്ടി. ആ ചരിത്രത്തെയാണ് ഇന്നിപ്പോൾ ഇവർ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഉത്തരവാദികൾ ഈ പറയുന്ന വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ്. സ്ത്രീകളെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള എത്രയോ പരാമർശങ്ങൾ ഈ CPMന്റെ വനിതാ നേതാക്കളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുണ്ട്. PK ശ്രീമതിയൊക്കെ തീവ്രത അളക്കാൻ പോയിട്ട് എത്രയോ സ്ത്രീകളെയാണ് അപമാനിച്ചിരിക്കുന്നത്. ഇവിടെ വേട്ടയാടപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി എന്ത് നിലപാടാണ്, എന്ത് ശബ്ദമാണ് CPMലെ വനിതാ നേതാക്കൾ ഉയർത്തിയിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു ഗർഭക്കേസ് വന്നപ്പോൾ അന്ന് ചാടി ഇറങ്ങിയതാണ്. വലിയ ആവേശം കൊണ്ട് ചാടി ഇറങ്ങിയിരുന്നു CPMലെ ഓരോ വനിതാ നേതാക്കളും. പക്ഷേ ഇവരുടെ പാർട്ടിയിലെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ കാണിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ എവിടെയെങ്കിലും ഇവർ ശബ്ദം ഉയർത്തിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ചെയ്യില്ല. സഖാക്കന്മാർക്ക് വേണ്ടിയിട്ട് പീഡനത്തിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കും. അതിന് CPMലെ വനിതാ നേതാക്കൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ ട്രോളാണല്ലോ. അതായത് സഖാക്കന്മാരുടെ പീഡനത്തിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും എന്ന്. അത്രത്തോളം അധപ്പതിച്ചു പോയിട്ടുണ്ട് ഈ പാർട്ടി. അത്രത്തോളം ഈ CPMലെ വനിതാ നേതാക്കൾക്ക് നേരെ ജനം കാറിത്തുപ്പുകയാണ്. ഒരു മന്ത്രി വീണ ജോർജ് ഉണ്ട്. അവർ കാരണം എന്തെല്ലാം പഴികളാണ് ഈ പാർട്ടി കേട്ടത്. ഒരു പ്രവർത്തനവും മികച്ച പ്രവർത്തനവും കാണിച്ചിട്ടല്ല വീണ ജോർജിന് സീറ്റ് കൊടുത്തത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം. സഭയെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി, വോട്ട് കിട്ടുന്നതിന് വേണ്ടി വീണ ജോർജിന് സീറ്റ് കൊടുത്തതാണ് പിണറായി വിജയൻ. പക്ഷേ അവർ കാണിച്ചു കൂട്ടിയത് എന്തെല്ലാമാണ്? ആശാവർക്കർമാരെ അപമാനിക്കുന്ന തരത്തിൽ എന്തെല്ലാം പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെല്ലാം കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തെ CPMനെ കുളം തോണ്ടിയിട്ട് ഇനി കോഴിക്കോടേക്ക് പോകുമോ എന്നറിയില്ല. എന്തായാലും നേമത്തെ സീറ്റ് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ആ സീറ്റ് കിട്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പാർട്ടി കൊടുക്കില്ല. അഥവാ ഇനി കൊടുത്താലും അണികളോ നേതാക്കളോ പ്രചാരണത്തിന് പോലും ഇറങ്ങില്ല. അഥവാ ഇനി അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും ആര്യ രാജേന്ദ്രനെ CPMകാർ തന്നെ തോൽപ്പിച്ചു വിടും. കാരണം ഈ അഹമ്മദിയെയും അഹങ്കാരത്തെയും ഒന്നും ഞങ്ങൾക്ക് ചുമക്കേണ്ട കാര്യമില്ല എന്ന് ഓരോ പ്രവർത്തകനും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പി ദിവ്യയ്ക്കും സീറ്റ് കിട്ടില്ല. കണ്ണൂരിൽ ഒരു MLA സീറ്റൊക്കെ നോക്കി വെച്ചിരുന്നതായിരുന്നു പി ദിവ്യയും. അതും അടപടലം തേഞ്ഞിട്ടുണ്ട്. സ്വന്തം കയ്യിലിരിപ്പുകൊണ്ടാണ്. എന്തായാലും CPMലെ വനിതാ നേതാക്കൾക്ക് നല്ല വെച്ചടി ഇറക്കമാണ്. നിയമസഭയിൽ തോറ്റ് തൊപ്പിയിട്ട് കഴിഞ്ഞാൽ ഒരു വനിതാ നേതാവിനെയും
അണികൾ വെച്ചേക്കില്ല. കാരണം ഇവരുടെ അഹങ്കാരത്തിനുള്ള മറുപടികൾ ഓരോന്നോരോന്നായിട്ട് അണികൾ തന്നെ കൊടുക്കും. പി ദിവ്യ എന്തായാലും പോസ്റ്റുകളും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇട്ട് സന്തോഷിച്ചോളൂ. കാരണം പാർട്ടിയുടെ കഴുക്കോൽ ഊരിയല്ലോ, അതിൽ സന്തോഷിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.